ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് CBSE മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകം നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നോ അതിനനുസരിച്ച് എളുപ്പമായിട്ട് മാറും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. CBSE മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് എഴുതിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. Prove the identity CK minus cos A into cot A plus tan A equal to tan A into CK ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, LHS എടുക്കുന്നു. LHS എടുക്കുക. CK minus cos A into cot A plus tan A. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എങ്ങനെ മാറ്റാം? CK എന്ന് പറയുന്നത് എന്താ? 1/cos A മൈനസ് cos A. അതേപോലെ ഇവിടെ നമ്മൾ കോട്ടയെ മാത്രം മാറ്റുന്നു. അതായത് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/tan A, 1/tan A പ്ലസ് tan A. അപ്പോൾ ഇതിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ LCM, cos A LCM ആണ്. cos A LCM ആവുമ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും? 1 മൈനസ് ഇവിടെ cos A ഇൻറ്റു cos A എന്ന് പറയുന്നത് cos സ്ക്വയർ A. അപ്പോൾ ഇത് 1 മൈനസ് cos സ്ക്വയർ A ആയി. ഇവിടെയാണെങ്കിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ A ബൈ ടാൻ A. LCM എടുത്തപ്പോൾ നമുക്ക്, അതായത് ഈ ടാനിനെ ഈ ടാനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടാൻ A ഇൻറ്റു ടാൻ A ടാൻ സ്ക്വയർ A. അതുപോലെ ഇവിടെ cos A ഇൻറ്റു cos A cos സ്ക്വയർ A. ഇനി നമുക്ക് ഇതൊരു ഐഡന്റിറ്റിയാണ്. 1 മൈനസ് cos സ്ക്വയർ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സൈൻ സ്ക്വയർ A പ്ലസ് cos സ്ക്വയർ A 1 ആണ്. അപ്പോൾ 1 മൈനസ് cos സ്ക്വയർ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താ എഴുതാം? സൈൻ സ്ക്വയർ A ഡിവൈഡ് ബൈ cos A. ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ A എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരു ഐഡന്റിറ്റിയാണ്. സീക്ക് സ്ക്വയർ A. സീക്ക് സ്ക്വയർ A മൈനസ് ടാൻ സ്ക്വയർ A ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ A ഈക്വൽ ടു സീക്ക് സ്ക്വയർ A ആണ്. അതായത് ഐഡന്റിറ്റി സീക്ക് സ്ക്വയർ A മൈനസ് ടാൻ സ്ക്വയർ A ഈക്വൽ ടു 1. അപ്പോൾ സീക്ക് സ്ക്വയർ A എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ A ആണ്. അതുപോലെ സൈൻ സ്ക്വയർ A പ്ലസ് കോസ് സ്ക്വയർ A ഈക്വൽ ടു 1. അതിൽ നിന്ന് 1 മൈനസ് കോസ് സ്ക്വയർ A എന്തായി മാറി? സൈൻ സ്ക്വയർ A ഡിവൈഡ് ബൈ ടാൻ A. നമുക്ക് ആൻസർ കിട്ടേണ്ടത് ടാൻ A CK ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ സൈൻ സ്ക്വയർ A ഡിവൈഡ് ബൈ കോസ് A ഉണ്ട്. അതുപോലെ ഈ സീക്ക് സ്ക്വയർ A ഡിനോമിനേറ്ററിൽ വരുമ്പോൾ എന്തായി? കോസ് സ്ക്വയർ A ആയി. അതുപോലെ ഇവിടെ ടാൻ A എന്നുള്ളത് നമുക്ക് എന്താ? സൈൻ A ബൈ കോസ് A. ആ കോസ് A മുകളിൽ പോകും. സൈൻ A ഡിവൈഡ് ബൈ കോസ് A അത് മുകളിലേക്ക് പോയി. അപ്പോൾ കോസ് A ക്യാൻസലായി. ഇവിടെ നമുക്ക് എന്തൊക്കെയാന്നുള്ളത്? ഒരു സൈൻ Aയും ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ സൈൻ A ഒരു സൈൻ A ആണ് ബാക്കിയുള്ളത്. അതുപോലെ ഇവിടെ ഒരു കോസ് A ഡിനോമിനേറ്ററിലുണ്ട്. സൈൻ A ബൈ കോസ് സ്ക്വയർ A ആണുള്ളത്. ഒരു സൈൻ A ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ A ആണുള്ളത്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് സൈൻ A ബൈ കോസ് A ഇൻറ്റു കോസ് A. അപ്പോൾ സൈൻ A ബൈ കോസ് A എന്തായി? ടാൻ A ആയി. അതുപോലെ 1 ബൈ കോസ് A എന്ന് പറയുന്നത് എന്തായി? CK ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നോക്കുക. അതായത് സൈൻ സ്ക്വയർ A ബൈ കോസ് A ആണുള്ളത്. ഈ സീക്ക് സ്ക്വയർ A ഡിനോമിനേറ്ററിൽ വരുമ്പം കോസ് സ്ക്വയർ A ആയി. അതുപോലെ ടാൻ A എന്ന് പറയുന്നത് സൈൻ A ബൈ കോസ് A ആണ്. ആ കോസ് A മുകളിലേക്ക് പോയി. അപ്പോൾ ഒരു കോസ് A നമുക്കിവിടെ ക്യാൻസൽ ആയിപ്പോയി. അതുപോലെ സൈൻ സ്ക്വയർ A ബൈ സൈൻ A എന്ന് പറയുമ്പോൾ ഒരു സൈൻ A ക്യാൻസൽ ആയി. ഇനി ബാക്കിയുള്ളത് സൈൻ A ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ A ആണ്. ആ കോസ് സ്ക്വയർ Aനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കും. കോസ് A ഇൻറ്റു കോസ് A. സൈൻ A ബൈ കോസ് A എന്ന് പറയുന്നത് ടാൻ A ആണ്. 1 ബൈ കോസ് A എന്ന് പറയുന്നത് CK ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് RHS അത് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് x is equal to p sec theta plus q tan theta and y equal to p tan theta plus q sec theta, then prove that x square minus y square equal to p square minus x square. ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് LHS എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി സീക് തീറ്റ പ്ലസ് ക്യൂ ടാൻ തീറ്റ എക്സ് സ്ക്വയർ ആണ്. എക്സ് എന്താണ്? പി സീക് തീറ്റ പ്ലസ് ക്യൂ ടാൻ തീറ്റ ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ സ്ക്വയർ മൈനസ് വൈ എന്ന് പറയുന്നത് പി ടാൻ തീറ്റ പ്ലസ് ക്യൂ സീക് തീറ്റ ഹോൾ സ്ക്വയർ. ഇനി ഇത്
എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ആ ഫോമിലേക്ക് അതിനെ മാറ്റുക. അതായത് പി സ്ക്വയർ സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് 2p സീക്ക് തീറ്റ ക്യൂ ടാൻ തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ. അതായത് എ എന്ന് പറയുന്നത് പി സീക്ക് തീറ്റ ആണ്. അപ്പോൾ പി സ്ക്വയർ സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് 2ab എ പി സീക്ക് തീറ്റ, ബി എന്ന് പറയുന്നത് ക്യൂ ടാൻ തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ. ഇനി മൈനസ് അടുത്തത് ഇതും അതേപോലെ തന്നെ പി സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 2p ടാൻ തീറ്റ ക്യൂ സീക്ക് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് പ്ലസ് 2p സീക്ക് തീറ്റ ക്യൂ ടാൻ തീറ്റ ആണ്. ഇവിടെ മൈനസ് വരും, കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കും? പി സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് 2p സീക്ക് തീറ്റ ക്യൂ ടാൻ തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് പി സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 2p ടാൻ തീറ്റ ക്യൂ സീക്ക് തീറ്റ മൈനസ് ക്യൂ സ്ക്വയർ സീക്ക് സ്ക്വയർ തീറ്റ. ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയിപ്പോയി. ഇനി എന്ത് ചെയ്യാം? പി സ്ക്വയർ കോമൺ ആയിട്ട് വരുന്നത് ഒരുമിച്ച് വരും. പി സ്ക്വയർ ഇൻറ്റു, അതായത് ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. പി സ്ക്വയർ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ പി സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി ക്യൂ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുക. ഇവിടെ നമ്മൾ അതായത് ഇതിൽ രണ്ടിലുമാണ് ഇനി ക്യൂ സ്ക്വയർ ഉള്ളത്. അപ്പോൾ ഇവിടെ മൈനസ് ക്യൂ സ്ക്വയർ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ. മൈനസ് ക്യൂ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? സീക്ക് സ്ക്വയർ തീറ്റ വരും. ഇവിടെ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വരും. അതായത് ഇതൊരു ഐഡന്റിറ്റിയാണ്. സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? 1. അപ്പോൾ ഇത് രണ്ടും 1 ആയി പോയിട്ട് പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഇവിടെ പി സ്ക്വയർ കോമൺ ആയിട്ടുള്ളതിൽ നമ്മൾ പി സ്ക്വയർ പുറത്തേക്ക് എടുത്തു. സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. നിങ്ങൾ ഇവിടെ പ്ലസ് ക്യൂ സ്ക്വയർ ആണ് പുറത്തേക്ക് എടുത്തതെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സിക്സ് സ്ക്വയർ തീറ്റ ആണ് കിട്ടുക. പിന്നെ സൈന് മാറ്റിയാലും മതി. അപ്പോൾ ഇത് ഞാൻ ആ കറക്റ്റ് ഓർഡറിൽ കിട്ടാൻ വേണ്ടി മൈനസ് ക്യൂ സ്ക്വയർ ആണ് പുറത്തേക്ക് എടുത്തത്. ഇവിടെ മൈനസ് ക്യൂ സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സിക്സ് സ്ക്വയർ തീറ്റ ആണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് പ്ലസ് ക്യൂ സ്ക്വയർ ആണുള്ളത്. അപ്പോൾ മൈനസ് ക്യൂ സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും മൈനസ് വന്നാൽ മാത്രമേ അത് പോസിറ്റീവ് ആവുള്ളൂ. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അങ്ങനെ ഇവിടെ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആണ്. അടുത്ത സ്റ്റെപ്പ് പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഇവിടെ നിങ്ങൾ സിൻസ് എന്നിട്ട് എഴുതുക. സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പം അങ്ങനെ പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ RHS കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if sec theta plus tan theta equal to p, prove that sin theta equal to p square minus 1 by p square plus 1. ഇതിൽ നമ്മൾ RHS എടുത്തിട്ടാണ് ചെയ്യുന്നത്. RHS എന്താണ്? പി സ്ക്വയർ മൈനസ് 1 ബൈ പി സ്ക്വയർ പ്ലസ് 1. അവിടെ പി സ്ക്വയർ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ആണ്. സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 1 വന്നു. ഇനി അടുത്തത് നമുക്കറിയാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും? സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് 2 സീക്ക് തീറ്റ ടാൻ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ ഇവിടെയാണെങ്കിൽ സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് 2 സീക്ക് തീറ്റ ടാൻ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 വന്നു. അപ്പോൾ ഇനി അടുത്തത് ഇതിൽ നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 നമുക്കറിയാം ഐഡന്റിറ്റി എന്താണ്? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? ടാൻ സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ ഇവിടെ ഒരു സീക്ക് സ്ക്വയർ തീറ്റ, ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നുള്ളത് എന്തായി? ടാൻ സ്ക്വയർ തീറ്റയായി. പ്ലസ് ഇവിടെ
ഇവിടെ ഒരു ടാൻ സ്ക്വയർ തീറ്റ ഉണ്ട്, അത് അടുത്ത് എഴുതി, ഇങ്ങനെ അടുത്ത് എഴുതി. പ്ലസ് 2 സീക് തീറ്റ ടാൻ തീറ്റ ഡിവൈഡ് ബൈ, ഇവിടെയാണെങ്കിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റനെ എന്താക്കി എഴുതാം, നമുക്ക് സീക് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ സീക് സ്ക്വയർ തീറ്റ പ്ലസ് സീക് സ്ക്വയർ തീറ്റ, ആ സീക് സ്ക്വയർ തീറ്റനെ ഇപ്പുറത്ത് എഴുതി. അപ്പോൾ 2 സീക് സ്ക്വയർ തീറ്റയായി. ഇവിടെ 2 സീക് തീറ്റ ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ക്യാൻസലായി പോയിട്ട് സൈൻ തീറ്റ എന്ന് കിട്ടണം. അപ്പോൾ ഇവിടെ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്തായി, 2 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 സീക് തീറ്റ ടാൻ തീറ്റ എന്ന് കിട്ടി. ഡിവൈഡ് ബൈ, ഇവിടെയാണെങ്കിൽ 2 സീക് സ്ക്വയർ തീറ്റ പ്ലസ് 2 സീക് തീറ്റ ടാൻ തീറ്റ. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാൻ തീറ്റ 2 ടാൻ തീറ്റ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 2 ടാൻ തീറ്റ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ 2 ടാൻ തീറ്റ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ വരും. അതുപോലെ ഇവിടെ 2 സീക് തീറ്റ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോഴും നമുക്ക് അതേപോലെ വരും. അത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ ഇതിൽ 2 ടാൻ തീറ്റയാണ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. 2 ടാൻ തീറ്റ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്തായി, ബാക്കി ഒരു ടാൻ തീറ്റ ഉണ്ടാവും. പ്ലസ് ഇവിടെയാണെങ്കിൽ 2 ടാൻ തീറ്റ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി സീക് തീറ്റയാണ് ഉണ്ടാവും. ഡിവൈഡ് ബൈ, ഇവിടെ 2 സീക് തീറ്റയാണ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ടാവും, ഇവിടെ ഒരു സീക് തീറ്റ ഉണ്ടാവും. സീക് സ്ക്വയർ തീറ്റ ആണല്ലോ. അപ്പോൾ സീക് തീറ്റ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബാക്കി സീക് തീറ്റ പ്ലസ് ഇവിടെ ഒരു ടാൻ തീറ്റ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകും. അപ്പോൾ 2 ടാൻ തീറ്റ ബൈ 2 സീക് തീറ്റ, അതിൽ 2ഉം 2ഉം ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്താ ബാക്കിയുള്ളത്, അവിടെ ടാൻ തീറ്റ ബൈ സീക് തീറ്റ ആണുള്ളത്. നമുക്ക് ടാൻ തീറ്റ എന്നുള്ളത് എങ്ങനെ എഴുതാം, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. ഇവിടെ സീക് തീറ്റ എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ കോസ് തീറ്റ, 1 സീക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റ ക്യാൻസൽ ആയിട്ട് സൈൻ തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു LHS. നമ്മൾ RHS എടുത്തിട്ടാണ് ഇവിടെ ചെയ്തത്, LHS. ഇതിൽ അത്രയേ ഉള്ളൂ. പി സ്ക്വയർ, പിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, a പ്ലസ് ബി ഹോൾ സ്ക്വയർ, അതിനെ ഷോർട്ടാക്കി കൊണ്ടുവരിക. അവിടെ ഓർമ്മിക്കേണ്ടത് സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റ. അതുപോലെ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക് സ്ക്വയർ തീറ്റ. ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ 2 ടാൻ തീറ്റയാണ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. ഡിനോമിനേറ്ററിൽ 2 സീക് തീറ്റയാണ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് ടാൻ തീറ്റ ബൈ സീക് തീറ്റ എന്ന് വരും. അതിന് ഷോർട്ടാക്കുമ്പോൾ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ ക്യൂബ് തീറ്റ പ്ലസ് കോസ് ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ LHS എടുക്കുന്നു. LHSൽ ഇതിപ്പോൾ ഏത് ഫോമിലാണുള്ളത്, അതായത് സൈൻ ക്യൂബ് തീറ്റ പ്ലസ് കോസ് ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന്, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്നുള്ളത്. അതായത് നമുക്കറിയാം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ മാറ്റി എഴുതുന്നു. അപ്പോൾ എന്റെ പ്ലേസിൽ എന്താണെന്നുള്ളത്, എ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്, ബി എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുമ്പോൾ എ പ്ലസ് ബി ആദ്യം, അപ്പോൾ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് എ ബി എന്ന് പറയുന്നത് ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ. അതായത് എ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്, ബി എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് സൈൻ ക്യൂബ് തീറ്റ പ്ലസ് കോസ് ക്യൂബ് തീറ്റ നമുക്ക് എങ്ങനെയായി മാറി, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്, 1 മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു RHS. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി ഉപയോഗിക്കണം എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് കോട്ട് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1
ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ LHS എടുക്കുന്നു. LHS കോട്ട് തീറ്റ മൈനസ് ടാൻ തീറ്റ. അടുത്തത് കോട്ട് തീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ മൈനസ് ഇവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് കൊടുത്തു. അതിനുശേഷം ഡിനോമിനേറ്റർ നോക്കുകയാണെങ്കിൽ രണ്ടും ഡിഫറെൻ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? LCM സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളത് LCM കൊടുത്തു. ഇനി ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായി? കോസ് സ്ക്വയർ തീറ്റ മൈനസ് ഇവിടെ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ. അടുത്തത് നമ്മൾ ഇവിടെ നമുക്ക് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ അറിയാം? ഐഡൻറ്റിറ്റി 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ് എന്ത്? സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ അവിടെ അതിനെ സൈൻ സ്ക്വയർ തീറ്റയാണ് നമ്മൾ മാറ്റി 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുത്തു. ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി ഇതിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു. ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് എത്തി. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ കോസ് സൈനിൽ വരുന്നതുകൊണ്ട് ഈ ഭാഗത്ത് എല്ലാം നമ്മൾ മാറ്റി അതിനെ ഷോർട്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ ആൻസറിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.